ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി ഗ്രീൻ പീസ് മസാലക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗ്രീൻ പീസ് തലേ ദിവസം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ വാഷ് ചെയ്തിട്ടൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു ക്യാരറ്റും അതുപോലെ ഒരു പൊട്ടാറ്റോ എന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസും ഈ ഒരു കറിയിൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ്. ഇത്രയും മസാല നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത്രയൊന്ന് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ കുക്കറിൽ എന്ത് കുക്ക് ചെയ്തെടുക്കുമ്പോഴും തിളച്ചിങ്ങനെ പുറത്തേക്ക് പോവില്ലേ, ഇനി അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തിളച്ച് പുറത്തേക്ക് വരാതെ നമുക്ക് കുക്കർ ഒന്നും വൃത്തികേടാവാതെ കിട്ടും. നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും. നമുക്ക് കുക്കറിലൊരു 4 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. അത്രയാകുമ്പോഴേക്ക് തന്നെ ഇത് നല്ല പോലെ കുക്കായി കിട്ടും. ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ ഇത്രയും വിസിൽ അടുപ്പിച്ചിട്ടും കുക്കറിൻ്റെ പുറത്ത് ഭാഗമൊന്നും വൃത്തികേടായിട്ടില്ല. അപ്പോൾ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. തിളച്ച് പോയിട്ടൊന്നുമില്ല. ഇനി ഇതാ നമുക്കതിൽ നിന്ന് ആ ഒരു സ്പൂണൊന്ന് എടുത്ത് മാറ്റാം. 4 വിസിൽ അടിച്ചപ്പോഴേക്ക് തന്നെ ഗ്രീൻ പീസൊക്കെ നല്ല പോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ സ്പൂണൊക്കെ അതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഗ്രീൻ പീസൊക്കെ നല്ല പോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു സവാളയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോവാതെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചെടുത്ത സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു കറി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു കറിയാണിത്. ഇതെല്ലാം ഇവിടെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി നമ്മൾ ഗ്രീൻ പീസ് വേവിച്ച സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം റോസ് സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴഞ്ഞ് വന്നാൽ ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു തക്കാളിയൊക്കെ നല്ല പോലെ കുക്കായി കിട്ടണം. ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ നല്ല പോലെ ഒരു തക്കാളി കുക്കായിട്ട് നല്ല ഉടഞ്ഞ് നല്ല പേസ്റ്റായിട്ട് കിട്ടണം. അങ്ങനെ ഇതാ തക്കാളിയൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയോട് കൂടെ തന്നെയാണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു മസാലയും ഗ്രീൻ പീസൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം.
ഇനി നമുക്കിതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസും ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും. അപ്പോൾ ഇതാ അവിടെ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും. ഇതാ അവിടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിന് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ചപ്പാത്തി, ഇടിയപ്പം, വെള്ളപ്പം എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ രാവിലെയോ രാത്രിയിലേക്കൊക്കെ ചപ്പാത്തിയിലേക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് മസാല കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.